ആലപ്പുഴയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. കായംകുളം ഭരണിക്കാവിൽ തെരുവുനായയുടെ കടിയേറ്റ് ദമ്പതികൾക്ക് പരിക്ക്. ഭരണിക്കാവ് പുളിക്കൽ നടുവിലെ മുറി ഉണ്ണികൃഷ്ണാലയത്തിൽ അനിത, ഭർത്താവ് ബിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ടോണി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റത്. ആലപ്പുഴ കായംകുളം ഭരണിക്കാവിലാണ് സംഭവം. ഇവർ കടയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. കൈക്കും കാലിലും എല്ലാം തന്നെ കടിയേറ്റ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത്തരം തെരുവുനായുടെ ആക്രമണം നിത്യസംഭവമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടായി കഴിയുമ്പോൾ ഇതിന്റെ പരിശോധനയും മറ്റും നടത്തി കഴിയുമ്പോൾ ഈ നായ്ക്ക് ഒന്നുകിൽ നായ അടുത്ത ദിവസം തന്നെ ചാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ചമ്പക്കുളത്ത് ഒരു യുവാവിനെ തെരുവുനായ ആക്രമിച്ചിരുന്നു. ആ യുവാവ് തന്നെ ഈ പട്ടിയെ പിടികൂടി തിരുവല്ലയിലെ ലാബിൽ എത്തിച്ച് പരിശോധന നടത്തിയപ്പോൾ നായ്ക്ക് പേവിഷബാധ ഉള്ളതായി സ്ഥിരീകരിച്ചിരുന്നു. ഇത്തരം സംഭവം ഏറുമ്പോഴും ഈ തെരുവുനായെ കൊന്നൊടുക്കാനോ ഇല്ലെങ്കിൽ ഇത്തരം ശല്യങ്ങൾ ഒഴിവാക്കാനോ ഉള്ള ഒരു നടപടിയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. നമുക്കറിയാം, തെരുവുനായ കടിച്ച് വിദ്യാർത്ഥികളായ കുട്ടികളടക്കമുള്ളവർ പേവിഷബാധയേറ്റ് മരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിനെ ചെറുക്കാൻ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തെരുവുനായുടെ ആക്രമണത്തിന് ഇരയായത് 30-ലധികം പേരെന്നതാണ് കണക്ക്. ഇതിൽ കൂടുതൽ പേർ മറ്റ് ആശുപത്രി, സ്വകാര്യ ആശുപത്രിയിലും മറ്റും പോയതോടി കണക്കാക്കുമ്പോൾ അത്തരത്തിൽ അതിലും വലിയ ആ ഒരു സംഖ്യ തന്നെയാണ് തെരുവുനായുടെ ആക്രമണം നേരിട്ടവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ കാണാനാവുന്നത്. എന്തു തന്നെയായാലും ഇവർക്കും മാരകമായ മുറിവാണ് ഏറ്റിട്ടുള്ളത്. അതിലുപരി ഇനിയും ഈ നായിക്ക് പേവിഷബാധ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലുള്ള സ്ഥിരീകരണം അടക്കം വരേണ്ടതുണ്ട്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.